ചേട്ടാ ഇപ്പൊ കുറെ പുതിയ രാഗങ്ങൾ ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ ആ സംഗീത ഇവിടെ കഥകളി സംഗീതത്തിൽ പണ്ടില്ലാത്തത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും പുതിയ ഒരു സംഗീതത്തിൽ ചേട്ടന് ഒരു 2 വരി അല്ലെങ്കിൽ 4 വരി ഒന്ന് പാടാനും അതൊന്ന് അതിനെപ്പറ്റി ഏത് രാഗത്തിലാണ് അത് ചെയ്തിരിക്കുന്നതെന്ന് പറയാമോ? പുതിയ രാഗല്ലേ? അതെ, പുതിയ പോപ്പുലർ നേരത്തെ ഇല്ലാത്ത പുതുതായിട്ടൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. അതായത് പുതിയ രാഗം ഒരു ബിഹാക്ക് രാഗമാണ്. ബിഹാക്ക് അത് കുചേലവൃത്തത്തിലെ ഒരു ഇന്ധന സംഭാവന എന്നുള്ള അതിന് അതാണ് ഇപ്പം പാടാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു മോഡൽ ബിഹാറിന് ഇന്ധന സമ്പാദന അനന്തരം ഒരു കാട്ടിൽ ഇന്ധന സമ്പാദന അനന്തരം ഒരു കാട്ടിൽ ഇന്ധന സമ്പാദന അനന്തരം ഒരു കാട്ടിൽ അന്തനാദിപവനോ സന്ധ്യയോ വന്നു കൂടി അന്തനാദിപവനോ സന്ധ്യയോ വന്നു കൂടി ബന്ധം വീണ വൃഷ്ടിയും അന്ധകാരവും കൊണ്ടു ബന്ധം വീണ വൃഷ്ടിയും അന്ധകാരവും കൊണ്ടു പാന്തരായി നമ്മൾ വള്ളി ബന്ധത്തിൽ പാന്തരായി നമ്മൾ വള്ളി ബന്ധത്തിൽ ചേട്ടാ കഥകളി സംഗീതം ഇപ്പോൾ കുറച്ച് കേട്ടു. ചേട്ടൻ അതിനെപ്പറ്റി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു, മനസ്സിലായി, ഒരുവിധം ചെറുതായിട്ടൊക്കെ മനസ്സിലായി. എങ്കിലും ഇത് പൂർണ്ണമാവണമെങ്കിൽ അല്ലേ ഒരു കഥകളി അവതരണം കൂടി വേണമല്ലോ അല്ലേ? അപ്പോഴല്ലേ അതിൻ്റെ പൂർണ്ണത വരുന്നത്. അതിന് അങ്ങനെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ നമുക്ക് ഏറ്റവും അടുത്ത് കിട്ടാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം? അല്ല, അവതരിപ്പിക്കാൻ നമുക്ക് വ്യക്തിത്വം ഉള്ള ചില ഇതിനെപ്പറ്റി ഒരു പാഷനായി നടക്കുന്നു അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ ചേട്ടൻ അറിയുന്നത്? ഉണ്ട്. എൻ്റെ അടുത്തിരിക്കുന്നത് രാധാകൃഷ്ണ വാര്യർ കഥകളി വേഷം താല്പര്യം കൊണ്ട് ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ കെട്ടുന്ന അരങ്ങത്ത് നടത്താറുണ്ട്. രാധാകൃഷ്ണ വാര്യരാണ് സ്വയം പരിചയപ്പെടുത്തി. അതെ, ശരി. രാധാകൃഷ്ണൻ ചേട്ടാ, എങ്ങനെയാണ് ഈ കഥകളി ഇത്ര താല്പര്യം വന്നത്? അത് വളരെ കുട്ടിക്കാലം മുതലേ എനിക്ക് തോന്നുന്നൊരു വളരെ ചെറുപ്രായത്തിൽ തന്നെ വളരെ കഥകളിയോട് വളരെ താല്പര്യമായിരുന്നു. എൻ്റെ അച്ഛന് കഥകളിയിൽ വളരെ താല്പര്യമുണ്ടായിരുന്നു. പദങ്ങൾ അറിയാമായിരുന്നു, സംസ്കൃതം അറിയായിരുന്നു, മുദ്രകൾ അറിയായിരുന്നു. അച്ഛൻ്റെ അപ്പൻ കഥകളി പഠിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ചെറിയൊരു കുറച്ചൊരു പറയാൻ പറ്റും. അപ്പം അച്ഛൻ ഞങ്ങളെ കുട്ടിക്കാലത്ത് എന്നെയും എൻ്റെ അനുജൻ സോമശേഖരനെയും ഞങ്ങളെ കഥകളി കാണിക്കാൻ കൊണ്ടുപോകും. കഥകളി നടക്കുന്ന സമയത്ത് അത് കഥ പറഞ്ഞു തരും. നേരത്തെ തന്നെ കഥ മുഴുവൻ പറഞ്ഞു തരും. കഥകളി നടക്കുന്ന സമയത്ത് മുദ്ര കൂടെ പറഞ്ഞു തന്ന് നല്ലോണം മനസ്സിലാക്കിക്കുമായിരുന്നു. അതാണ് ഞങ്ങളെ കഥകളിയിലേക്ക് താല്പര്യം ഉണ്ടാക്കാൻ സഹായിച്ചത്. പിന്നെ കുട്ടിക്കാലത്തൊരു എനിക്കൊരു 12 വയസ്സും അനുജനൊരു 9 വയസ്സുമുള്ള സമയത്താണ് ഞങ്ങൾ കഥകളി പഠിച്ച് തുടങ്ങിയത്. സ്കൂളിൽ പഠിക്കുമ്പോൾ ആശാൻ പ്രസിദ്ധനായ ഒരു കഥകളിണ്ടായിരുന്നു, മാത്തൂർ കുഞ്ഞുള്ളപ്പണിക്കർ ആശാൻ. അദ്ദേഹത്തിൻ്റെ വത്സല ശിഷ്യനായിരുന്നു കൊട്ടാരക്കര രാമപിള്ള എന്ന് അറിയപ്പെടുന്ന ഒരു കഥകളി നടൻ. അദ്ദേഹമാണ് ഞങ്ങളുടെ ഗുരു. അപ്പം അദ്ദേഹം ഞങ്ങളുടെ വാര്യത്ത് വന്ന് താമസിച്ച് ഞങ്ങളെ പഠിപ്പിക്കുകയായിരുന്നു. സ്കൂളിൽ പഠിക്കുന്നതായതുകൊണ്ട് ദിവസവും കഥകളി പഠനം നടക്കില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ
വെള്ളിയാഴ്ച വൈകിട്ട് ആശാൻ വരുത്ത് വരും. ശനിയും ഞായറും കഥകളി പഠനം. തിങ്കളാഴ്ച രാവിലെ ആശാൻ തിരിച്ചു പോകും. ഇങ്ങനെ കുറേ നാൾ പഠിച്ചു. ചവിട്ടിയൊടിയിലും അതെല്ലാം ഉണ്ടായിട്ടുണ്ട്. തോടയം പുറപ്പാട് അങ്ങനെ സാമ്പ്രദായിക രീതിയിൽ തന്നെ കുട്ടിക്കാലത്ത് അഭ്യസിച്ചു. ചെറിയ കുട്ടിത്തരം വേഷങ്ങളൊക്കെ ചൊല്ലിയാടി. ചെറിയ ചെറിയ വേഷങ്ങൾ കെട്ടുമായിരുന്നു. അടുത്തടുത്തുള്ള ഉത്സവങ്ങൾ പറമ്പുകളിലൊക്കെ കഥകളി ഉള്ളപ്പോൾ ഞങ്ങളെ കൂടെ ചെറിയ ചെറിയ വേഷങ്ങൾ കെട്ടിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പിന്നെ പഠിക്കാനായിട്ട് ഞാൻ തിരുവനന്തപുരത്ത് പോകും. നേരത്തെ ഞങ്ങൾ മണ്ണടി എന്ന സ്ഥലത്താണ്, ഞങ്ങളുടെ ജന്മസ്ഥലം മണ്ണടിയിലാണ്. സ്കൂൾ വിദ്യാഭ്യാസം മുഴുവൻ അവിടെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജ് വിദ്യാഭ്യാസം ഉപരിപഠനത്തിനായിട്ട് വന്നത് ട്രിവാൻഡ്രത്താണ്, തിരുവനന്തപുരത്ത്. അവിടെ വെച്ച് വാസ്തവത്തിലൊരു എനിക്കൊരു ഭാഗ്യം കിട്ടി. എൻ്റെ ഈ കഥകളിയോടുള്ള പാഷൻ അതൊന്ന് വികസിപ്പിക്കാനായിട്ടൊരു അവസരം കിട്ടി. കൂടുതൽ ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും പ്രവർത്തിക്കാൻ ധാരാളം അവസരം കിട്ടി. ആദ്യമായിട്ട് ഈ നാടകശാലയിൽ തിരുവനന്തപുരത്ത് പത്മനാഭ സ്വാമി നാടകശാലയിൽ ഒരു വേഷം, ഭഗവാന്റെ മുമ്പിൽ വേഷം കെട്ടണം എന്ന് വിചാരിച്ച് അന്ന് കഥകളി വിചാരിപ്പുകാരനായ പ്രസിദ്ധനായ ചെങ്ങന്നൂർ രാമപിള്ള ആശാനോട് ചെന്ന് പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ശരി അതിനെന്താ എൻ്റെ കൂടെ തന്നെ വേഷമായിക്കോളൂ. ഒരു അനിരുദ്ധൻ, അദ്ദേഹത്തിൻ്റെ ബാണൻ, എൻ്റെ ആശാൻ്റെ ശിഷ്യനാണ് ഇയാളുടെയും ഗുരു. അപ്പം ഞങ്ങൾ സതീർത്ഥരാണ്. എൻ്റെ സതീർത്ഥൻ്റെ ശിഷ്യൻ എൻ്റെയും ശിഷ്യനാണ്, അതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ താല്പര്യമായിട്ട് എന്നെ ഒരു അനിരുദ്ധൻ്റെ വേഷം നാടകശാലയിൽ കെട്ടിച്ചു അദ്ദേഹത്തിൻ്റെ കൂടെ. അതാണ് എൻ്റെ തിരുവനന്തപുരത്തെ അരങ്ങേറ്റം കഥകളിയുടെ. അത് കഴിഞ്ഞിട്ട് കഥകളി ക്ലബ്ബുകളിലും തിരുവനന്തപുരത്തെ പല അടുത്തുള്ള പല അമ്പലങ്ങളിലും എനിക്ക് ധാരാളം വേഷം കെട്ടാനുള്ള അവസരം ഉണ്ടായി. പ്രധാനമായിട്ടും ഞാൻ അന്ന് സ്ത്രീവേഷം കെട്ടിയിരുന്നു. സ്ത്രീവേഷം കെട്ടാൻ ആൾക്കാർ വളരെ ചുരുക്കമായിരുന്നു അന്ന്. അങ്ങനെ വീട് കിട്ടിയ ധാരാളം അവസരങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു പക്ഷേ എനിക്ക് തന്നെ അത്ഭുതമാണ് എങ്ങനെ അത് സാധിക്കുമെന്ന്. മാങ്കുളം വിഷ്ണു നമ്പൂതിരി അന്ന് വളരെ പ്രസിദ്ധനായിരുന്ന അദ്ദേഹത്തിൻ്റെ 2-ാം ദിവസത്തെ നളൻ്റെ കൂടെ ദമയന്തിയായിട്ട്, അതുപോലെ ഇന്ന് വളരെ പ്രസിദ്ധനായ ഗോപിയാശാൻ്റെ പരശുരാമൻ്റെ കൂടെ എൻ്റെ ശ്രീരാമൻ, ഗോപിയാശാൻ്റെ കാട്ടാളൻ്റെ കൂടെ എൻ്റെ കാട്ടാള സ്ത്രീ, ഓയൂർ കൊച്ചുപിള്ള ആശാൻ്റെ രുക്മാംഗത്തിൻ്റെ കൂടെ എൻ്റെ മോഹിനി, ഇതൊക്കെ അന്ന് സാധിച്ചു എന്നുള്ള എനിക്ക് തന്നെ ഇപ്പോൾ അത്ഭുതമാണ്. ചെങ്ങന്നൂർ രാമപിള്ള ആശാൻ്റെ കമലതളത്തിലെ രാവണൻ്റെ കൂടെ മണ്ഡോതിരിയായിട്ട് ഇവിടെ VJT ഹാളിൽ ക്ലബിൽ, ഇതൊക്കെ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഈ താല്പര്യം കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. പിന്നെ ഞാൻ പഠിച്ചത് ഇവിടെ തിരുവനന്തപുരത്ത് എഞ്ചിനീയറിംഗ് കോളേജിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലിയായിട്ട് പല സ്ഥലത്തും പോയി. പിന്നെ കേരളത്തിൽ അധികം നാൾ ഉണ്ടായിരുന്നേ ഇല്ല. പിന്നെ ഒരു 10-38 കൊല്ലത്തെ ഔദ്യോഗിക ജീവിതമായിരുന്നു. ഞാനൊരു ഫ്രഞ്ച് മൾട്ടിനാഷണൽ കമ്പനിയിൽ വൈസ് പ്രസിഡൻറ്റ് ഓപ്പറേഷനായിട്ടാണ് റിട്ടയർ ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ബോംബെ കുറച്ച് നാൾ കുറേ കൺസൾട്ടൻസിയും ഒക്കെ ആയിരുന്നു. പിന്നെ ഇടയ്ക്കിപ്പോൾ തിരുവനന്തപുരത്തും ഇടയ്ക്ക് മകൾ ചെന്നൈയിലുണ്ട്. അവിടെയായിട്ട് ഇങ്ങനെ മാറി മാറി താമസിക്കുന്നു. ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്.